ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. പേര് വിളിച്ചപ്പോൾ ഒരു മലയാളി പെൺകുട്ടിയാണെങ്കിൽ ആ കൊച്ചിന്റെ പേര് ഇംഗ്ലീഷ് ടൈമാണ്. സഭയെല്ലാം സ്റ്റക്കായി. കാരണം ആ കുട്ടിയുടെ പേര് സഭയിൽ തന്നെ ഉള്ള എല്ലാവർക്കും അറിയത്തില്ല. മെയിൻസ് അസോസിയേറ്റ് പാസ്റ്റേഴ്സിന് മാത്രമേ ആ കുട്ടിയുടെ പേരും അറിയത്തുള്ളൂ. വേറെ ആർക്കും ആ പെൺകുട്ടിയുടെ പേര് അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. സഭയെല്ലാം നിശ്ചലമായി. എന്തൊരു ദൂതാടെന്നാ പറയുന്നത്. പക്ഷെ അന്ന് എനിക്കറിയില്ല, ഞാൻ വഞ്ചകനും ചതീനമായ ദുഷ്ടന്റെ ആത്മാവിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ വചനമാണ് സംസാരിക്കുന്നത്. ഒരു ഉപദേശിയുടെ മകനായിട്ട് ഞാൻ പ്രസംഗിക്കുകയാണ്. വചനം പറയുന്നു, അനുഭവം പറയുന്നു. ആർക്കും വിവേചിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ 10 വർഷം ഈ ശുശ്രൂഷ ലോകത്തിന് വിവിധ രാജ്യങ്ങൾ ചെയ്തിട്ട് കേരളത്തിലുള്ള പ്രസിദ്ധമായ എല്ലാ ദൈവസഭകളിലും ഞാൻ പോയി പ്രസംഗിച്ചിട്ട് എന്നിൽ വസിക്കുന്ന വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. വീഡിയോയിൽ നമ്മൾ കണ്ടത് പാസ്റ്റർ ആശാരി ഉപദേശിയുടെ മകനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു തൃത്വക്കാരാണ്. തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലായി, തൃത്വക്കാരുടെ പല തെറ്റുകൾ ഈ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോസ്തലന്മാർക്ക് തെറ്റുപറ്റിയതായി ദൈവവചനത്തിൽ ഒരിടത്തും കാണുന്നില്ല. ഇവരെയൊക്കെ കുറെ കാലങ്ങളായി അപ്പോസ്തലന്മാരൊക്കെ ആയിട്ടാണ് പലരും കരുതപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോസ്തോലിക് ശുശ്രൂഷ എന്നായിരുന്നു ഈ പേര് വിളിക്കുന്ന ശുശ്രൂഷകളെയും. അതുപോലെ തന്നെ പ്രവചന ശുശ്രൂഷയല്ല, അപ്പോസ്തോലിക് ശുശ്രൂഷ എന്നാണ് പല ആളുകളും പറഞ്ഞത്. ഇവർ അപ്പോസ്തോലന്മാരാണ് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലുടനീളം ഇവർ പ്രവർത്തിച്ചു വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ വിളിക്കുന്നത് തൃത്വം അല്ലെങ്കിൽ ത്രിയേക ദൈവത്തെയാണ് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ഇത്രയും നാളും തൃത്വത്തിന് വേണ്ടി ഓടി, ത്രിയേകത്തിന് വേണ്ടി ഓടി. പക്ഷെ ഇപ്പോൾ പറയുകയാണ് ഇവരുടെ ശുശ്രൂഷകളൊന്നും ശരിയായിരുന്നില്ല, ഇവരുടെ അന്യഭാഷ ശരിയല്ലായിരുന്നു എന്നിവർ തന്നെ പറയുകയാണ്. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ പറയുന്നു? കാരണം തൃത്വം ശരിയല്ല എന്നുള്ളതിന്റെ വലിയൊരു കാര്യം തന്നെയാണ് ഇവർക്ക് തെറ്റുപറ്റുന്നു എന്നുള്ള വാസ്തവം എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാർക്ക് തെറ്റു പറ്റിയെങ്കിലും അവർ തിരുത്തിയിരുന്നു. കാരണം അവരുടെ അത്ഭുതങ്ങളൊക്കെ സത്യമായിരുന്നു, അവർ ചെയ്യുന്ന പ്രവചനങ്ങൾ കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു എന്നുള്ളതാണ് അപ്പോസ്തലന്മാരെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ആശാരി ഉപദേശി എന്ന് പറയുമ്പോൾ തന്നെ എത്രയധികം ശുശ്രൂഷകൾ, എത്രയധികം സ്റ്റേജുകൾ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു തൃത്വക്കാരനായിരുന്നു. തൃത്വത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് 3 വ്യക്തികളും 3 ദൈവങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്, അല്ലെ? അതിനിടയ്ക്ക് അദ്ദേഹം MA വർഗീസിന്റെ സഭയിൽ പോയെന്ന് പറയുന്നത്. MA വർഗീസ് പാസ്റ്ററൊക്കെ എന്താണ് തൃത്വം കൂടുതലായി ഉപയോഗിക്കുന്ന ആൾക്കാരെന്നാണ് അവരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ അവർ തൃത്വം കൂടുതലായി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടും അവരുടെ ശുശ്രൂഷകൾ ലോകം എണ്ണ തെറ്റുമ്പോൾ അവരൊക്കെ എന്താണ്, ഇവരുടെ ശുശ്രൂഷകളൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് പല കാലങ്ങളായി തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരാണ് ഈ തൃത്വത്തിന്റെയും ത്രിയേകത്തിന്റെയും ഒക്കെ പല കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നതും അതാണ് ശരിയെന്ന് പറഞ്ഞവരെ പഠിപ്പിക്കുന്നതും 3 ദൈവങ്ങളുടെ നാമത്തിലുള്ള സ്നാനം പഠിപ്പിക്കുന്നതും ഒക്കെ അവരൊക്കെയാണ്. അവരെയൊക്കെ ഒരു കാലത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന വലിയ പാസ്റ്റർമാർ എന്ന പേരിൽ, അല്ലെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ അപ്പോസ്തോലൻ എന്ന പേരിലായിരുന്നു അവരൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ അപ്പോസ്തോലിന് തെറ്റുപറ്റുമോ? ദൈവത്തിന്റെ ആത്മാവുള്ള അപ്പോസ്തോലിന് എവിടെയാണ് തെറ്റുപറ്റുന്നത്? അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇവർ പിടിച്ചിരിക്കുന്ന തൃത്വം തന്നെ തെറ്റാണ്. അതുകൊണ്ടാണ് ഇവർ പറയുന്ന അന്യഭാഷകൾ ശരിയാവുന്നില്ല, അന്യഭാഷകളെ വ്യാഖ്യാനിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇവർ പറയുന്നു പേര് വിളിക്കുന്ന ശുശ്രൂഷ ഇല്ല. പിന്നെ എന്തിനാണ് ഇവർ പേര് വിളിച്ച് ശുശ്രൂഷ ചെയ്തത്? അപ്പോൾ അവരുടെ ചിന്ത എന്തായിരുന്നു? വയറായിരുന്നു, കാശുണ്ടാക്കാനുള്ള ഒരു മാർഗമായിരുന്നു എന്നുള്ളതാണ് വാസ്തവപരമായ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയുമാണ് ഇവരൊക്കെ ഇപ്പോൾ പറയുകയാണ്, മനസ്തപിക്കുകയാണ്, ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി. അപ്പൊ എത്ര പേരെ ഇവർ വഞ്ചിച്ചിട്ടാണ് ഇപ്പോൾ ഇവർ ഈ മനസ്തപിക്കുന്നത്? പേര് പറഞ്ഞിട്ട് എത്രയോ പേര്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ പേര് വിളിക്കും, അടുത്ത ആഴ്ച നിങ്ങൾ അമേരിക്കയിലേക്ക് പറക്കും, ഓസ്ട്രേലിയയിലേക്ക് പറക്കും, ഇന്ന രാജ്യങ്ങളിൽ നിങ്ങൾ പറക്കും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി തലമുറയെ കുറിച്ച് വലിയ വാഗ്ദത്തങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കള്ളപ്രവചനങ്ങൾ ഈ പറഞ്ഞ പ്രവാചകൻ എന്ന് പറയുന്ന കള്ളപ്രവാചകന്മാരുടെ കീശ നിറയ്ക്കുവാനുള്ള വഴിയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോ ഇവരുടെ സ്നാനവും ശരിയല്ല, ഇവരുടെ ദൈവിക സങ്കല്പങ്ങളും ശരിയല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ അന്യഭാഷകൾ ശരിയാകാത്തത്. ഇവരുടെ
ഇവരുടെ പ്രവചനങ്ങൾ ശരിയാകാത്തത്, ഇവരുടെ അപ്പോസ്തോലിക് വീക്ഷണങ്ങൾ ശരിയാകാത്തത്, ഇതൊന്നും കറക്റ്റ് അല്ല എന്ന് ബോധ്യമാകുന്നതിന് കാരണം എന്താണ്? അപ്പോസ്തലന്മാർ പറഞ്ഞത്, യേശു ക്രിസ്തുവും പറഞ്ഞത് അനുസരിക്കാതെ ഇവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? ദൈവവചനം പറഞ്ഞ അപ്പോസ്തലന്മാരോ പ്രവാചകന്മാരോ ആകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. ഇവരൊക്കെ ഉഗ്രം തൃത്വക്കാരാണ്. തൃത്വക്കാരെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, തൃത്വം എന്ന വാക്കോ തൃത്വം എന്ന പദമോ ദൈവവചനത്തിലില്ല. ആ ഇല്ലാത്തതിനെ എന്ത് ചെയ്തു വെച്ചിരിക്കുകയാണ്? ചേർത്ത് വച്ചിരിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെ അനുസരിക്കാൻ പഠിക്കുക. ദൈവം ഏകനാണെന്ന് പറഞ്ഞാൽ അതിനെ അനുസരിക്കാൻ കഴിയണം. അതായത് 3 വ്യക്തികളാണെന്നും ത്രിയേക സത്യമാണെന്നും എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്പടിപ്പീരുകൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെയും ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായി വരുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ വന്ന് കൈയിട്ടടിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് തെറ്റുപറ്റി. അപ്പോൾ ശരിയായ ശുശ്രൂഷ ഏതാണ് ഇതുവരെയും അറിയത്തില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ വന്നിട്ട് പറയുന്നു, പേര് വിളിക്കുന്ന ശുശ്രൂഷകളൊക്കെ കള്ളത്തരമായിരുന്നു, അത് പിശാചിന്റെ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്കൊന്നും യഥാർത്ഥ വെളിപാടുകൾ, നിങ്ങളൊക്കെ പ്രവാചകനെന്നോ അപ്പോസ്തലനെന്നോ ഒക്കെ നിങ്ങളെ കുറിച്ച് വിളിക്കുന്നുവെങ്കിലും നിങ്ങളൊന്നും സത്യമല്ല എന്നുള്ളതാണ്. നിങ്ങളൊന്നും ദൈവത്തിൽ നിന്നുള്ള പ്രവാചകന്മാരല്ല. ഇരമ്യാവ് പറഞ്ഞതുപോലെ നിങ്ങളെ ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകന്മാരല്ല എന്ന് ആണയിട്ട് പറയുന്നത് നമുക്ക് ഇരമ്യാവിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇവരെല്ലാം ആ കൂട്ടത്തിൽ പെട്ടതായിരുന്നു. നമ്മളൊക്കെ എന്ത് ചെയ്തു? ഇവരുടെയൊക്കെ വലകളിൽ ചെന്ന് നമ്മൾ പെട്ടുകൊടുത്തു. അതാണ് വാസ്തവം എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ പറയുന്ന ദൈവം ഏകനാണെന്നും ആ ദൈവം ഏക സത്യ ദൈവമാണെന്നും ദൈവം ഒരുത്തനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയാതെ 3 വ്യക്തികളും 3 ദൈവങ്ങളുമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരോട് കാലാകാലങ്ങളിൽ ഇവർക്ക് തെറ്റ് സംഭവിക്കുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാലാകാലങ്ങളിൽ തെറ്റ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ആഭരണം എന്ന ഉപദേശത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കെ സി ജോൺ സാറും അതുപോലെ തന്നെ നമ്മുടെ സാംകുട്ടി പാസ്റ്ററും കൂടി ഇരുന്ന് വലിയ വീഡിയോ നടത്തുമ്പോൾ കെ സി ജോൺ സാർ പറയുകയാണ്, നമുക്ക് ഒരബദ്ധം പറ്റിപ്പോയി, നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു, ആ ഭരണം അനുവദിച്ചിരുന്നെങ്കിൽ എന്നവർ പറയുന്നത് നമുക്ക് ഇന്റർവ്യൂകളിൽ കേൾക്കാൻ കഴിഞ്ഞു. ഇനി എന്തെല്ലാം മാറ്റങ്ങൾ അവർ ഇനി കൊണ്ടുവരും എന്ന് നമ്മൾ കാണേണ്ടതായി വരും. അതിന് ചില കാര്യങ്ങൾ പറഞ്ഞ ചില ആളുകൾ അതിനെപ്പറ്റി വിമർശിച്ചത് ഇങ്ങനെയാണ്, അന്ത്യകാലമല്ലേ, അതുകൊണ്ട് ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ ഈ പറയുന്ന അന്ത്യകാലം പറയുന്ന ആൾക്കാർ ദൈവവചനത്തെ കുറിച്ചോ ദൈവവചനത്തിൽ കർത്താവ് എന്ന് വരുമോ ഏത് സമയത്താണ് വരുന്നത്, ഇതൊന്നും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് ഈ പറയുന്നത്. ഇതെല്ലാം അന്ത്യകാലമായതുകൊണ്ട് ഉള്ള കള്ളപ്രവാചകന്മാരെല്ലാം പുറത്തു വരികയാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നൊന്നും സത്യപ്രവാചകന്മാരായിരുന്നില്ല, ദൈവത്തിന്റെ പ്രവാചകന്മാരായിരുന്നുവെങ്കിൽ അവർക്കിങ്ങനെ തെറ്റ് പറ്റുമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു. അവരുടെ ദൈവിക വചനം അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടുകൾ, അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ പരിമിതമാണ്. അതുപോലെ തന്നെ അവരുടെ അന്യഭാഷകളൊന്നും സത്യമായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും നമ്മൾ ഇങ്ങനെയുള്ള കൾട്ടുകളെ തിരിച്ചറിയുക. അപ്പോൾ സത്യം പറയുന്നവർ പറയുമ്പോൾ അന്ത്യകാലത്ത് ആന്റിക്രൈസ്റ്റ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പഠിപ്പീരുകൾ വരുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബൈബിളുകൾ എടുത്ത് വായിച്ചാട്ടെ, ആ ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ ദൈവം ഏകനാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം 3 പേരാണെന്നും 3 ദൈവങ്ങളാണെന്നും ഒക്കെയാണോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? ഇത് പഠിപ്പിക്കുവാനായിട്ട് കുറെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് വിപരീതമായിട്ട്, തൃത്വത്തിന് വിപരീതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അന്ത്യകാലമായില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തൃത്വത്തിനെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ പുതിയ ആളുകളുടെ കാര്യം എന്ന് പറയുന്നത്. അവർക്ക് ഒന്നാമത്തെ കാര്യം ഉൽപ്രാവണം എന്താണെന്നോ കർത്താവിന്റെ വരവ് എങ്ങനെയാണെന്നോ അവർക്ക് തീർത്തും അറിയില്ല. അവർക്ക് അതിനെപ്പറ്റി യാതൊരുവിധ വെളിപ്പാടുകളും കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരാണ്. ബൈബിളിൽ എവിടെയോ ആരോ പറഞ്ഞതോ അല്ലെങ്കിൽ ബൈബിളിൽ വായിച്ചതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യനെ പറ്റിക്കുകയല്ലാതെ ഇവർക്ക് പിന്നെയും ഇവരുടെ തൃത്വ ബിസിനസ് ഇങ്ങനെ കൂട്ടുവാനല്ലാതെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ദൈവവചനം പഠിക്കുക, ദൈവവചനത്തിൽ കൂടുതലായി ആശ്രയിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം എന്ന് പറയുന്നത്. അല്ലേ? നമ്മളൊക്കെ പോയിട്ടുള്ളതാണ്. ഇവരെല്ലാം തൃത്വക്കാരാണ്. ഇവരുടെ ഇടയിൽ തന്നെയാണ് നമ്മൾ പോയത്. നമ്മൾ പല പ്രവചനങ്ങളും ഇവരുടെ ഇടയിൽ നിന്ന് കേട്ടിട്ടുണ്ട്.
പക്ഷേ എങ്കിലും എന്താണ്, ഇവരൊക്കെയും നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇവർ പറഞ്ഞ പോലെ ഒരു പ്രവചനമെങ്കിലും നിങ്ങളുടെ ജീവിതങ്ങളിൽ നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല. അതാണിപ്പോ പറഞ്ഞ പേര് വിളിക്കുന്ന ശുശ്രൂഷ തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിലപിക്കുന്നത്. അപ്പോ അതുകൊണ്ടന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവം എന്ന് പറയുന്നത്, ദൈവവചനം പഠിക്കുക, ദൈവത്തെ അറിയുക. അതായത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള എല്ലാ പുസ്തകങ്ങളും 66 പുസ്തകങ്ങൾ അത് ക്രമമായും കൃത്യമായും പഠിക്കുന്നവന് തെറ്റ് സംഭവിക്കുകയില്ല. ദൈവം ആരാണെന്നും ദൈവത്തിന്റെ വരവിനെ കുറിച്ചും അവന് അറിയാം. അതുകൊണ്ട് ഇതൊരു ബിസിനസ് ആക്കിക്കൊണ്ട് നടക്കുന്ന പല ആളുകളുമുണ്ട് എന്നുള്ള വാസ്തവം ഇതാ ആശാരി ഉപദേശിച്ച പാസ്റ്റർ മകൻ ഇതാ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹവും ആ കൂട്ടത്തിൽ ഉണ്ടതായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹത്തെ ദൈവം മാനസാന്തരപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.